സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേവലം ഏതെങ്കിലും ഒരു പെട്ടെന്നുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല സുധാകരൻ തീരുമാനമെടുത്തത്. കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിക്കകത്ത് നീറിപ്പോകുന്ന പ്രശ്നങ്ങളുടെ സ്വാഭാവിക പരിണതി എന്ന നിലയ്ക്കാണ് ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ സ്വയം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തെ നടപടിയോ മറ്റോ എടുത്ത് പുറത്താകുന്നതല്ല, മറിച്ച് പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന് നിദാനമായ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അത് 2021 എറണാകുളം സമ്മേളനത്തിൽ പ്രായപരിധിയിൽ അദ്ദേഹത്തെ നേതൃസമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് മുതൽ പിന്നീട് അമ്പലപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം വരുന്നത് മുതൽ പിന്നെ എളവരം കരീം കമ്മീഷന്റെ കണ്ടെത്തലുകൾ മുതൽ അങ്ങനെ നിരവധി കാരണങ്ങൾ ജി സുധാകരനെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അദ്ദേഹത്തെ പ്രായപരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും 2 ടേം പറഞ്ഞ് വീണ്ടും മത്സരിക്കാൻ അനുമതി നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ അതേ കാരണം പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കി നിർത്തിയ തോമസ് ഐസക്കിനെ പിന്നീട് പത്തനംതിട്ടയിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു. അപ്പോൾ തന്നോട് വിവേചനം കാട്ടിയെന്ന് സ്വാഭാവികമായും ജി സുധാകരൻ വിശ്വസിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഇങ്ങനെ നാനാവിധമായ കാരണങ്ങളുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള തൊടിന്യായങ്ങൾ പറഞ്ഞോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞോ വിശ്വസിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അനുനയിപ്പിക്കാവുന്ന ആളല്ല ജി സുധാകരൻ. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ കൃത്യമായ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ സുധാകരനോട് വാദിച്ച് ജയിക്കാൻ പ്രാപ്തിയുള്ള ആരും ആലപ്പുഴ ജില്ലയിലോ സംസ്ഥാന നേതൃത്വത്തിലോ ഇല്ല എന്ന കാര്യം വസ്തുതയാണ്. മാത്രമല്ല പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവിന് മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയുള്ളായിരുന്നു. ആ ഘട്ടത്തിലുള്ള ഇടപെടലുകളൊക്കെ വളരെ വൈകി. അപ്പോഴേക്കും സുധാകരൻ പാർട്ടിയുമായി മാനസികമായി അകന്നിരുന്നു. സുധാകരനെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെ സുധാകരനോട് പാർട്ടി നീതി കാട്ടിയില്ല എന്ന വികാരത്തിൽ ആയിരുന്നു. ആ വികാരമൊക്കെ പുകഞ്ഞാണ് ഈ ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സുധാകരനെ എത്തിച്ചത്. എങ്കിലും പാർട്ടി അനുനയിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും പാർട്ടിയെ കൊണ്ട് പരിഹൃതമാകുന്ന കാര്യങ്ങളായിരുന്നില്ല ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം വീണ്ടും മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ CPM കഴിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ മറ്റു പലരെയും ഒക്കെ പരിഗണിക്കേണ്ടി വരുമായിരുന്നു. ഇത്തരം പല തരത്തിലുള്ള വെല്ലുവിളികൾ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് മുന്നിൽ CPM ഉണ്ടായിരുന്നു.